ഇറാനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ബന്ദർ അബ്ബാസിലും ഖുമേഷിലും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായതായാണ് റിപ്പോർട്ട്. ഹോർമൂസിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ബോട്ട് ആക്രമിച്ചു. തെക്കൻ ഇറാനിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക്. വാർത്താവിനിമയ സംവിധാനം തകർത്തതായും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഉമൈബാൻ ഇബ്രാഹിം ചേരുന്നു. ഉമൈബാൻ, ഗുഡ് മോർണിംഗ് തന്നെ ഞാൻ പറയുന്നു, കാരണം നമ്മൾ എന്നും ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടും. പക്ഷേ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കടുത്ത ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്, അല്ലേ? തീർച്ചയായും മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോകുന്നു, വഷളാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്ക ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനുമേൽ. ഇറാന്റെ തെക്കൻ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ബന്ദർ അബ്ബാസ്, സിരിക്ക്, ജാസ്ക് തുടങ്ങിയ തുറമുഖ നഗരങ്ങൾ, ഒപ്പം ഖേഷം ദ്വീപ്, പിന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ, അങ്ങനെ വ്യോമാക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഏതാണ്ട് 140 കേന്ദ്രങ്ങളെ, ഇറാന്റെ 140 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്ന് അമേരിക്ക തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമാണ് മരണസംഖ്യ എത്രയാണ്, പരിക്കേറ്റവരുടെ നില അത് ഏത് തരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു സമയത്ത് ഈ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് എത്തുന്നു. പിന്നീട് കഴിഞ്ഞ മാസം ഒരു സമാധാന കരാർ ഉണ്ടാകുന്നു. ലോകം തന്നെ വലിയ പ്രതീക്ഷയോടെ ആശ്വാസത്തോടെ കണ്ടിരുന്ന ഒരു സമീപനമായിരുന്നു ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് വെടിനിർത്തൽ അത് പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട്, അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ഉടലെടുത്തിരിക്കുന്ന അസ്വാരസ്യങ്ങളാണ്. ഈ ഹോർമുസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ പറയുന്നു. അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു കപ്പലിനെയും അതിപ്പോൾ IRGCയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു. പക്ഷേ ഏതൊരു കപ്പലിനും അതിലൂടെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകാമെന്നാണ് അമേരിക്ക പറയുന്നത്. അത് തുടർന്ന് തന്നെ കിടക്കുകയാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അത്തരത്തിൽ ഇറാൻ ഏതെങ്കിലും രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ നിയന്ത്രിക്കുന്ന സംവിധാനത്തെ തന്നെ തകർത്ത് കളയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഒരു തരത്തിലും ഹോർമൂസിന്റെ കാര്യത്തിൽ ഇരുപക്ഷവും തമ്മിൽ ഒറ്റ നിലപാടിലേക്ക് എത്താത്തിടത്തോളം കാലം ഇതിൽ ഒരു യോജിപ്പുണ്ടാവുകയോ സമാധാന ചർച്ചകൾ അതിൽ ഉരുത്തിരിഞ്ഞ പ്രതീക്ഷാവഹമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഒരു യോജിപ്പുണ്ടാവുകയോ ചെയ്യില്ല എന്നുള്ളതും മാത്രമല്ല, ഇത് വീണ്ടും കലുഷിതമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതും ഉറപ്പാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങളും സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന് ഇറാൻ പറയുമ്പോൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. 3.3% കൂടിക്കൊണ്ട് ഇപ്പോൾ ബ്രെന്റ് ക്രൂഡ് വില എന്ന് പറയുന്നത് ബാരലിന് $78.50 എത്തി കുതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിലെ യുദ്ധകലുഷിതമായിട്ടുള്ള സാഹചര്യം നമ്മളെ, അതായത് ഇന്ത്യക്കാരുൾപ്പെടെ ഏത് തരത്തിലാണ് ബാധിച്ചത് എന്നുള്ളത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നു അല്ലെങ്കിൽ പുതിയ സമാധാന കരാർ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെ ആശ്വസിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില ഉയരുന്നു. പതിയെ എന്താണോ കഴിഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മൾ നേരിട്ടത് അതേ അവസ്ഥയിലേക്ക് മടങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നൽകുന്ന ഈ വിവരങ്ങൾ നൽകുന്ന സൂചന. മോത്തി, തീർച്ചയായും ഉമൈബാൻ ഇബ്രാഹിമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.